നമസ്കാരം, എല്ലാവർക്കും കാർഡ്സ് ഓഫ് ഷിതിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വിധി നിങ്ങളെ എങ്ങോട്ടാണ് നയിക്കാൻ പോകുന്നത് അത് നിങ്ങൾക്ക് ഡയറക്റ്റിലൂടെ മനസ്സിലാക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതാണ്. ബോട്ടം ഓഫ് ദ ഡെക്ക് പേജ് ഓഫ് വാണ്ട്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഈ സ്പ്രെഡ് വളരെ ശക്തമായിട്ടുള്ള ഒരു സ്പ്രെഡാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ബോട്ടം ഓഫ് ദ ഡെക്ക് പേജ് ഓഫ് വാണ്ട്സ് വന്നതിനാൽ പുതിയ അവസരങ്ങളും ആശയങ്ങളും നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളിലേക്ക് പുതിയ ആശയങ്ങളെല്ലാം വരുന്നു, അവസരങ്ങളെല്ലാം വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ കാർഡ് 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്ഥിരതയും സമൃദ്ധിയെല്ലാം വളരെ നല്ല രീതിയിൽ വരുന്നു. ഫാമിലി ലൈഫിൽ ഒരു ഹാപ്പിനെസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ദ മജിഷ്യൻ പറയുന്നത് നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ചിട്ട് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആണ് വരുന്നത്. അത് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് അതിന് ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷനൊക്കെ വർക്കാവുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായിട്ടുള്ള സാധിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. മജിഷ്യൻ കാർഡ് പറയുന്നതാണ് നിങ്ങളിലേക്ക് എല്ലാ റിസോഴ്സും നിങ്ങളിലേക്ക് യൂണിവേഴ്സ് സമൃദ്ധമായി നൽകി അനുഗ്രഹിക്കും. അപ്പോൾ നിങ്ങളത് വേണ്ട രീതിയിൽ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ ആ ഒരു കിട്ടുന്ന സംഭവങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ കിട്ടുന്ന എല്ലാ സംഭവങ്ങളും നിങ്ങളുടെ കഴിവുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. നൈറ്റ് ഓഫ് വാണ്ട് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ടതായിട്ടും പെട്ടെന്ന് യാത്രകൾ പോകേണ്ടതായിട്ടൊക്കെ വരാനുള്ള സാഹചര്യം ലൈഫിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് തീരുമാനം എടുക്കുക. യാത്രകളൊക്കെ പോകേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് 7 ഓഫ് കപ്സ് പറയുന്നത് പലതരം അവസരങ്ങളും ആശയങ്ങളൊക്കെ നിങ്ങൾക്ക് വരും. എന്നാൽ അതിൽ നിന്ന് തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എന്നാൽ കൃത്യമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ തിരഞ്ഞെടുത്തില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധിമുട്ടും ശ്രദ്ധിക്കാതെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് തിരഞ്ഞെടുക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് വരുന്നുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ ശരിയായ കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് തിരഞ്ഞെടുക്കുക. ധാരാളം അവസരങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത്. ഏസ് ഓഫ് കപ്സ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വൈകാരികമായിട്ടുള്ള ഒരു തുടക്കമുണ്ടാകും എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളോ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഒരു സ്നേഹബന്ധം നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഒരു പാഷനേറ്റഡ് ആയിട്ടുള്ള ഒരു നിറഞ്ഞു കവിയുന്നൊരു സ്നേഹം നിങ്ങളിലേക്ക് വരാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് പറയുന്നത്. 6 ഓഫ് പെൻറ്റിക്കിൾസ് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു സന്തുലിതാവസ്ഥ വരും എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കാനുള്ളൊരു സാഹചര്യം നിങ്ങൾക്ക് ലഭിക്കുകയും അത് നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉയർച്ച ഉണ്ടാവും എന്നാണ് പറയുന്നത്. എന്നിട്ട് അവർ പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ അപ്രതീക്ഷിതമായ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ടവർ സൂചിപ്പിക്കുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ വളരെ പെട്ടെന്ന് തന്നെ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഉണ്ടാവാനായിട്ട് ഉള്ള സാഹചര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എംപറർ പറയുന്നത് നിങ്ങൾക്ക് അധികാരത്തെ നിയന്ത്രണത്തെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് ദി എംപറർ എന്ന് പറയുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് അധികാരവും വളരെ നല്ല കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ഒരു ലീഡർഷിപ്പൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ജോലിയിൽ പ്രമോഷനോ നിങ്ങൾ ഇപ്പോഴുള്ള ഒരു സാഹചര്യത്തിൽ നിന്നിട്ടൊരു മാറ്റമൊക്കെ നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ വളരെയധികം ഒരു ലീഡർഷിപ്പോട് കൂടിയിട്ട് പോകാനുള്ള ഒരു സാഹചര്യവും വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. നിങ്ങളുടെ ലൈഫിൽ വളരെയധികം വിജയം, സണ്ണ് സൂചിപ്പിക്കുന്നത് വിജയവും ആനന്ദമൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. നിങ്ങൾ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ലൈഫ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നുണ്ട്. ഒരു ബ്രൈറ്റായിട്ടുള്ളൊരു ലൈഫാണ് ഇനി വരാൻ പോകുന്നത്. നിങ്ങളെ തിരഞ്ഞെടുപ്പ് അനുസരിച്ചിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഏറ്റവും ബ്രൈറ്റായിട്ടുള്ള കാര്യമാണ് വരുന്നത്. നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് കൃത്യമായിരിക്കണം എന്നാണ് പറയുന്നത്. 4 ഓഫ് വാണ്ട്സ് പറയുന്നതും നിങ്ങൾക്ക് ഒരു ഐക്യവും ഒരു സ്ഥിരതയൊക്കെ നിങ്ങൾക്ക് വരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഐക്യം, സ്ഥിരതയൊക്കെ വരും. വളരെ സന്തോഷകരമായിട്ടുള്ള ആഹ്ലാദപൂർവ്വമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഇനി ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ കാത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അങ്ങനെ ഒരു കുട്ടിയൊക്കെ ലഭിക്കാനും ജീവിതം കൂടുതൽ സന്തോഷകരമാകാനും കൂടുതൽ നിറമുള്ളതാവാനായിട്ടൊക്കെയുള്ള സാധ്യതകൾ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. സ്ട്രെങ്ത് കാർഡ് പറയുന്നത് പ്രതിരോധ ശക്തിയും ധൈര്യമൊക്കെയാണ് പറയുന്നത്. വളരെ ധൈര്യത്തോടെ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളെയും എത്ര വലിയ ശക്തനാണെങ്കിലും ശത്രുക്കളാണെങ്കിലും അല്ലെങ്കിൽ ശക്തനായ ശത്രുവാണെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളോട്
വഴക്കിനോ പ്രശ്നങ്ങൾക്കോ വരികയാണെങ്കിൽ നിങ്ങൾ അവർക്ക് വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത്. എത്ര വലിയ പ്രശ്നങ്ങളും ഇപ്പോൾ വ്യക്തികളല്ല, പ്രോബ്ലംസ് ആണെങ്കിലും കാര്യങ്ങൾ എന്ത് ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ ലളിതമായ രീതിയിൽ വളരെ തന്മയത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് അതെല്ലാം ഹാൻഡിൽ ചെയ്ത് പോകാനായിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്നു എന്നാണ് പറയുന്നത്. അതായത് യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്കത് ലഭിക്കും. അത് ഇൻഫിനിറ്റി ആയിട്ട് നിങ്ങൾക്കത് കിട്ടിക്കൊണ്ടേയിരിക്കുന്നതാണ് പറയുന്നത്. ആ ഒരു സ്ട്രെങ്ത്ത് നിങ്ങൾക്ക് ലഭിക്കും. അതായത് ഏതൊരു സാഹചര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടെങ്കിലും അത് വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. 10 ഓഫ് സോർഡ്സ് പറയുന്നത് ഒരു കാര്യത്തിൻ്റെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേദനയുടെ ആ ഒരു ഇരുട്ടിൻ്റെ അന്ത്യത്തെയാണ് 10 ഓഫ് സോർഡ്സ് സൂചിപ്പിക്കുന്നത്. ആ ഒരു അവസാനം പിന്നെ ഒരു തുടക്കം, ഒരു പുതിയ തുടക്കവും അതിൽ വരുന്നുണ്ട്. ജീവിതത്തിൽ ഒരു പുതിയ തുടക്കങ്ങളും വരുന്നുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് തന്നെയാണ് ആ കാർഡ് പറയുന്നത്. കുറച്ച് വേദനകളൊക്കെ അനുഭവിക്കേണ്ടി വരും. എന്നാൽ ഒരു പുതിയ തുടക്കവും ഒരു നല്ല രീതിയിലുള്ള പരിണാമവും അതിൽ സംഭവിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും നിങ്ങളൊരു പ്രധാനപ്പെട്ട മാറ്റത്തിൻ്റെ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് വലിയ സമൃദ്ധിയും വിജയവും നൽകുമെങ്കിലും ചില തിരിച്ചടികളെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ ചില തിരിച്ചടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് വളരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് വലിയ സമൃദ്ധിയും വിജയവും സന്തോഷമൊക്കെ ലഭിക്കുന്ന ഒരു ലൈഫാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ 7 ഓഫ് കപ്പ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്താണോ വരാനുള്ളത് അത് നിങ്ങൾ വളരെ നല്ല രീതിയിൽ തിരഞ്ഞെടുക്കണം. നിങ്ങളിലേക്ക് വരുന്നതിനെ എല്ലാത്തിനെയും നിങ്ങൾ സ്വീകരിക്കാൻ നിൽക്കാതെ അതിൽ നിങ്ങൾക്ക് ആവശ്യമായത് എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നും കൃത്യമായി ഒരു അവബോധത്തോടു കൂടി മനസ്സിലാക്കി നിങ്ങളത് തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ നല്ല സന്തോഷം, സമാധാനവും സംതൃപ്തിയൊക്കെയാണ് വരുന്നത്. വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങളെ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇതിപ്പോൾ ഈ റീഡിങ് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് കുറേ കാര്യങ്ങൾ നല്ലത് വരാനുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആ വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു അവസരങ്ങൾ, കൂടുതൽ അവസരങ്ങൾ വരുമ്പോൾ അതിൽ ശരിയായ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങളങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് മാത്രം തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് സമൃദ്ധിയുള്ള നല്ലൊരു ജീവിതം, സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ലഭ്യമായി സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും തന്നെ നല്ലൊരു ജീവിതം, നല്ല സന്തോഷകരമായ സമൃദ്ധിയുള്ള സമാധാനത്തോടെയുള്ള ഒരു നല്ല ജീവിതം ലഭിക്കട്ടെ എന്ന് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു. താങ്ക്